ഹൈ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നത് ഹൈ പെർഫോമൻസിന്റെ ഹാബിറ്റുകളിൽ ഒന്നാണ് ഹൈ എനർജി, ഫിസിക്കൽ എനർജി എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് മെന്റൽ എനർജി, ഒപ്പം തന്നെ ഇമോഷണൽ എനർജിയും ഉണ്ട്. ഇപ്പോൾ മെന്റൽ എനർജി എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള ആരോഗ്യം, മെന്റലി സ്ട്രോങ് ആകുക, മെന്റൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ഇമോഷൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, മൂഡ് സ്വിങ്സ് ഉണ്ടാകാതെ അല്ലെങ്കിൽ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹൈ പെർഫോമൻറ്റ് ആളുകൾ മെന്റലി വളരെ സ്ട്രോങ് ആയിരിക്കും, ഒപ്പം തന്നെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാണ്ട് സാധിക്കുന്നവരുമായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് സാധ്യമാകുക എന്നുള്ളതാണ് പറയുന്നത്. മെന്റലും ഇമോഷൻസും സെപ്പറേറ്റ് ചെയ്ത് രണ്ടും കൂടി ഒരുമിച്ച് ചില കാര്യങ്ങൾ ഈ വീഡിയോ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഈ ഹാബിറ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ശാരീരിക ആരോഗ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് പലപ്പോഴും ആളുകൾ ചെയ്യുന്നുണ്ട്. ജിമ്മിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഡെയിലി ജോഗ് ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, ആഹാരങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ഒപ്പം തന്നെ ഈ മാനസിക ആരോഗ്യം ശക്തിയാക്കുവാൻ, അല്ലെങ്കിൽ മനസ്സിന് ശക്തി കൂട്ടുവാൻ, അല്ലെങ്കിൽ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ പലപ്പോഴും ആളുകൾ മറന്നു പോകുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട്, ഹൈ പെർഫോമർ ആയിട്ടുള്ള ആളുകൾ വളരെയധികം സന്തോഷമുള്ളവരാണെന്നുള്ളതാണ്, വളരെ ഹാപ്പി ആയിട്ടുള്ളവരാണെന്നുള്ളതാണ്, കുടുംബജീവിതങ്ങളിൽ സക്സസ് ആയിട്ടുള്ളവരാണെന്നുള്ളതാണ്. ഇപ്പോൾ പഠനങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത് വിവാഹം കഴിഞ്ഞ ആളുകൾ അധികം സക്സസ്ഫുൾ ആയി കാണപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. ഡിവോഴ്സ് ചെയ്ത ആളുകളെക്കാൾ അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്ത ആളുകളെക്കാൾ വിവാഹം കഴിച്ച ആളുകൾ കൂടുതൽ സന്തോഷവാന്മാരും ഹാപ്പിയും ഒപ്പം തന്നെ ജോയ്ഫുള്ളുമായി കാണപ്പെട്ടു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ മാരേജ് ഒന്നും വേണ്ട എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ മാരേജിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നവർ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. വിവാഹം എന്ന് പറയുന്നത്, നല്ല ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പെർഫോമൻസ് കൂട്ടുവാനും എസ്പെഷ്യലി ഹാപ്പിനെസ്സും ജോയിയും കൂട്ടുവാനും എല്ലാം സഹായിക്കുന്ന കാര്യമാണെന്നാണ് പഠനങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മെന്റൽ ആൻഡ് ഇമോഷണൽ പവർ അതെങ്ങനെ കൂട്ടാനായിട്ട് ഹാബിറ്റുകളിലൂടെ സാധിക്കും, എങ്ങനെയാണ് നമുക്ക് ഈ ഇമോഷൻസ് ആൻഡ് മെന്റൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്, മാസ്റ്റർ ട്രാൻസിഷൻസ് എന്ന് പറയും. ഈ എനർജി എന്ന് പറയുന്നത് മെന്റൽ ആൻഡ് ഇമോഷണൽ എനർജി എപ്പോഴും നിലനിർത്തേണ്ട കാര്യമാണ്. അതിന് ട്രാൻസിഷൻസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പറയുന്നത് ഒരു ടാസ്കിൽ നിന്ന് വേറെ ടാസ്കിലേക്ക് മാറുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ ടാസ്ക് ആരംഭിക്കുമ്പോൾ, മേ ബി പുസ്തകം വായിക്കാൻ തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോകുന്നതായിരിക്കാം, ഫോൺ കോൾ ചെയ്യാൻ പോകുമ്പോഴായിരിക്കാം. അപ്പോൾ ഇതൊരു ട്രാൻസിഷനാണ്, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ആണ്. ഈ സമയത്ത് നാം നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തേണ്ട ആവശ്യമാണ്. നാം ചോദിക്കേണ്ടത്, ഏത് തരത്തിലുള്ള എനർജിയാണ് ഞാൻ ഈ മീറ്റിങ്ങിൽ, ഈ കോൺവെർസേഷനിൽ, അല്ലെങ്കിൽ ഈ ടാസ്കിൽ ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. അത് പോസിറ്റീവായിട്ടുള്ള ഇമോഷനാണോ, മേ ബി ഹാപ്പിനെസ്, എന്തൂസിയാസം, പോസിറ്റിവിറ്റി, ജോയ്. അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ടാണ് പറയുന്നത് മാസ്റ്റർ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഒരു ടാസ്ക് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ടാസ്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ കണ്ണുകൾ പതിയെ അടയ്ക്കുക, ടെൻഷൻ റിലീസ് ചെയ്യുക, ചിന്തിക്കുക, ഏത് എനർജിയാണ് ഞാൻ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് റിലീസ് ടെൻഷൻ, സെറ്റ് ഇൻറ്റൻഷൻ എന്ന് പറയും. ഓരോ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു ടാസ്കിൽ നിന്ന് അടുത്ത ടാസ്കിലേക്ക് ട്രാൻസിഷൻ ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് ആ ട്രാൻസിഷനെ മാസ്റ്റർ ചെയ്യണമെങ്കിൽ സെറ്റ് ഇൻറ്റൻഷൻ, റിലീസ് ടെൻഷൻ. ഇപ്പോൾ കണ്ണ് ക്ലോസ് ചെയ്തു, ദെൻ ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്തു, ടെൻഷൻ റിലീസ് ചെയ്തു. ഇനി ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുകയാണ്, ഈ മീറ്റിങ്ങിൽ ഈ ടാസ്കിൽ എന്ത് എനർജിയാണ് എനിക്ക് കൊണ്ടുവരേണ്ടത്. ഇതാണ് മാസ്റ്റർ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ പോമോഡോറോ ടെക്നിക്ക് എന്നെല്ലാം പറയുന്ന ടെക്നിക്കൽ നാം ലേണിങ്ങിലെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ടാസ്കിൽ മേ ബി 20 മിനിറ്റ് ആയിരിക്കാം ടാസ്കിൽ. പോമോഡോറോ ടെക്നിക്ക് നമുക്കറിയാൻ സാധിക്കും, 20 മിനിറ്റ് കഴിയുമ്പോൾ 5 മിനിറ്റ് ബ്രേക്ക് ചെയ്യുക, പിന്നെ അടുത്ത ടാസ്ക് ചെയ്യുക, പിന്നെ 90 മിനിറ്റ്സ് ചെയ്യുക. അതാണ് പോമോഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത്. അത് വളരെയധികം ഇലോൺ മസ്ക് പോലുള്ള വളരെയധികം ഹൈ പെർഫോമർ ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനിടയിൽ ഈ മെന്റൽ ആൻഡ് ഇമോഷണൽ കാര്യങ്ങളെ ശക്തമാക്കാനായിട്ട് എനർജി ഡിസൈഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഏത് തരത്തിലുള്ള പോസിറ്റീവ് എനർജിയാണ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്